ഹലോ ഗായ്സ്, ഞാൻ ഇന്ന് മണ്ണൂരിലുള്ള എൻ്റെ കസിൻ ബ്രദറിൻ്റെ വീട്ടിൽ നോമ്പ് തുറപ്പിക്കലായിരുന്നു കേട്ടോ. അവിടെ ഞാൻ ഇന്ന് പോയിക്കാണ്. അവിടെ എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. നോമ്പ് തുറപ്പിക്കുന്നത് ഞങ്ങളെല്ലാ കുടുംബാദികളെല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്നൊരു നല്ല അടിപൊളി പരിപാടിയാണ് കേട്ടോ, ഇഫ്താർ വിരുന്ന്. ഓരോരുത്തർക്കും ഓരോരോ പണിയൊക്കെയായിരുന്നു. ഇതെന്താ പൈനാപ്പിൾ കേടുണ്ടോ? നമ്മൾ സൂക്ഷിച്ച് മേടിച്ചില്ലെങ്കിൽ കേടൊക്കെ ഉണ്ടാവും കേട്ടോ പൈനാപ്പിൾ. എന്തായാലും നമുക്ക് മറ്റേ മൊഹബത്ത് കാ സർബത്ത് ഒന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ അത് ഇതുവരെ കുടിക്കാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. നോമ്പ് തുറന്ന് കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഡ്രിങ്ക്സാണ്. നല്ല കൂളിങ്സും ഒക്കെ കിട്ടുന്ന ഒരു ഇതാണ്. അതിൽ നമുക്ക് ഫ്രൂട്ട്സുകളൊക്കെ കട്ട് ചെയ്ത് ചെറുതായി കട്ട് ചെയ്ത് കുനുകുനാന്നാക്കിയിട്ടൊക്കെ ഇട്ടിട്ട് നമുക്ക് നല്ല രീതിയിലൊക്കെ കഴിക്കാവുന്നതാണ്. പിന്നെ നമുക്ക് പഴംപൊരി ഉണ്ടാക്കാൻ പഴം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് ആപ്പിളും കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പൈനാപ്പിളൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പഴംപൊരി റെഡിയാക്കിക്കൊണ്ടിരിക്കണോ. ഇത് ചെറിയൊരു കുടുംബമാണ് കേട്ടോ. ഇവിടെ വലിയ കുടുംബം തന്നെയാണ്. നല്ല അടിപൊളി മാങ്ങയൊക്കെ റെഡിയാക്കി വെച്ചിട്ട് നോമ്പ് തുറന്ന വഴിക്ക് നമ്മൾ നല്ല ഹാർഡായിട്ടുള്ള ഭക്ഷണമൊന്നും കഴിക്കാൻ പാടില്ല. നമ്മൾ ഫ്രൂട്ട്സുകൾ കഴിക്കുക, പിന്നെ ഡ്രിങ്ക്സ് എന്തെങ്കിലും നല്ലത് കഴിക്കുക. പിന്നെ നല്ല അടിപൊളി ഒരു സലാഡ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. മൊഹബത്ത് കാ സർബത്ത് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഗ്ലാസ്സിലേക്കൊക്കെ മാറ്റണം. അതിൻ്റെ ഇടയിൽ കൂടെ നാരങ്ങ വെള്ളം, ഫ്രൂട്ട്സുകളും സമൂസയും ഈത്തപ്പഴവും പഴംപൊരിയും എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും കൂടിയിട്ട് നോമ്പ് തുറക്കുമ്പോൾ അതിൻ്റെ ഒരു വൈബ് വേറെ തന്നെയാണ്. ഫ്രൂട്ട്സുകളും ഡ്രിങ്ക്സുകളും മറ്റേ എണ്ണക്കടികളെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാങ്ക് കൊടുക്കാനുള്ള സമയമായിക്കൊണ്ടിരിക്കുന്നതാ. ബാങ്ക് കൊടുത്തതിന് ഇപ്പോൾ ഫുഡ് കഴിക്കുന്ന ടൈമാണ്. മന്തി ഉണ്ട്, ചിക്കൻ കറി ഉണ്ട്, പൊറോട്ട ഉണ്ട്, പത്തിരി ഉണ്ട്, അങ്ങനെ കുറേ വിഭവങ്ങളുണ്ട് കേട്ടോ. അൽഹംദുലില്ലാ എല്ലാം കഴിച്ചു.